പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പുറത്തുനിന്നും എത്തിയവരുടെ ക്രൂരമർദ്ദനം. കണ്ണിന് ഗുരുതരമായ പരിക്ക് പറ്റിയ വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്തു. പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് കഴിഞ്ഞ ദിവസം സ്കൂളിൽ വെച്ച് ക്രൂരമർദ്ദനമേറ്റത്. സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ നേരത്തെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുറത്തുനിന്നും എത്തിയവർ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനമെന്നും പറയുന്നുണ്ട്. കണ്ണിന് ഗുരുതരമായ പരിക്ക് പറ്റിയ വിദ്യാർത്ഥി പെരിന്തൽമണ്ണയിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്രൂരമായ മർദ്ദനമാണ് മകനു നേരെ ഉണ്ടായതെന്ന് കുട്ടിയുടെ പിതാവ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്റെ മോന്റെ പേര് മുഹമ്മദ് അബിസ്. പട്ടാമ്പി GHS ഹൈസ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പം ഞാനൊരു ഉച്ച സമയത്താണ് പുറത്തുനിന്നുള്ള ഒരു 5-6 പേര് വന്നിട്ട് എല്ലാവരും അടിച്ചിട്ടുള്ള ഒരു വിഷയം നടന്നത്. അതിൽ എൻ്റെ മോൻ അവർ ടീച്ചറിനെ അടിച്ച് ചവിട്ടി താഴ്ത്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടുവന്ന ഇവൻ ടീച്ചറെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് കമ്പിപടി കൊണ്ട് ഇവന്റെ തലക്കടിച്ചത്. അവന്റെ കണ്ണിന് മാരകമായ നല്ല പരിക്കായിരുന്നു അവൻ കണ്ണിനുണ്ടായിരുന്നത്. ഞാൻ മിനിഞ്ഞാന്ന് മുതൽ അവനേറ്റ് പെരിന്തൽമണ്ണ അബേറ്റ് ഹോസ്പിറ്റലായിട്ട് ഇന്നലെ വൈകുന്നേരം 3 മണി സമയത്താണ് ഡിസ്ചാർജായി വന്നത്. അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ സ്റ്റേഷനിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സാറും അവന്റെ മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ 10ാം ക്ലാസ്സും 9ാം ക്ലാസ്സും തമ്മിൽ മുന്നേ ചെറിയ കുട്ടികൾ തമ്മിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് സ്കൂളിൽ നിന്ന്. അപ്പോൾ അതിനെ ബന്ധപ്പെട്ടിട്ടാണ് ഇവർ പുറത്തുനിന്ന് ആൾക്കാർ വന്നിട്ട് ഈ എന്റെ മോന്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, അവനെ അടിച്ചത് ടീച്ചറും ചവിട്ടി താഴ്ത്തിട്ട് ടീച്ചർക്കും പരിക്കും. ഞാൻ ചെന്നപ്പോൾ ടീച്ചർ സേവന ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു. ഇത് പുറത്തുള്ള ആളുകളാണ്. ഒരു 28 പട്ടാമ്പി സ്കൂളിൽ പഠിക്കുന്നതല്ല, 28-30 വയസ്സ് ആ ഒരു പ്രായത്തിലുള്ള ആളുകളാണ് വന്നിട്ട് ഈ ആക്രമണം ചെയ്തത്. സ്റ്റേഷനിൽ പറഞ്ഞത് അവർക്ക് ഓൾറെഡി സ്കൂളിന്റെ പരാതി പ്രകാരം കേസ് എടുത്തിട്ടുണ്ട്. അപ്പൊ എന്റെ മോന്റെ മൊഴി ഇതുവരെ എടുത്തിട്ടില്ല, കാരണം അവൻ ഹോസ്പിറ്റലായിരുന്നു. ഇപ്പൊ ഇന്നലെയാണ് വൈകുന്നേരത്താണ് ഡിസ്ചാർജായി വന്നത്. അപ്പൊ SI സാറ് മനു സാറ് പറഞ്ഞു ഇന്ന് രാവിലെ അവന്റെ മൊഴി എടുത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞു. കണ്ണിന്റെ പരിക്ക് എങ്ങനെയുണ്ട്? കണ്ണിന്റെ മാരകമായ പരിക്കാണ്. എന്തുകൊണ്ടാണ് അടിച്ചിരിക്കുന്നത്? കമ്പിവടി കൊണ്ട് അടിച്ചെന്നാണ് അവൻ പറഞ്ഞത്. കമ്പിവടി കൊണ്ട് ക്ലാസിന്റെ വരാന്തയിൽ, ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ വരാന്തയിൽ ഇവൻ ആ ടീച്ചർ വീണ് നടക്കുമ്പോൾ ടീച്ചറെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് എന്റെ മോനെ അടി കൊണ്ടടിച്ചത്. എത്ര പേരുണ്ടായിരുന്നു? അവര് 5-6 പേരുണ്ടായിരുന്നു. നിങ്ങളുടെ പേരെന്തായിരുന്നു? എന്റെ പേര് റഷീദ്. മോന്റെ പേര് മുഹമ്മദ് ആബിസ്. 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഫാഷൻ ലോകത്ത് പുത്തൻ വിസ്മയമായി നേയ ആന്റിക്സ് ആൻഡ് ഡിസൈൻസ് കുട്ടനാട് പെരിങ്ങോട് റോഡിൽ വിജയകരമായി പ്രവർത്തനം തുടരുന്നു. ആഭരണ പ്രേമികളുടെ മനം കവരുന്ന ഡിസൈനുകൾ ഇനി വാടകയ്ക്കും ഓൺലൈനായും പർച്ചേസ് ചെയ്യാം. ഒപ്പം ഏറ്റവും പുതിയ ഫാഷനിലുള്ള ചുരിദാർ, കുർത്തീസ്, കോട്ട് സെറ്റ് എന്നിവയുടെ അതിവിപുലമായ ശേഖരവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നു.